ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ലൂക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. വോയിസ് ഓവർ എടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേക്കാണ്. ബർത്ത്ഡേ പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4-5 പേര് തന്നെ ഉള്ളൂ. നമ്മൾ പുറത്ത് പോയി കേക്ക് കട്ടിങ്ങനെ ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് സെലക്സ് മാളിലേക്കാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നതാണ് ബാർബിക്യൂ നേഷനിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ലൂക്കയുടെ ബർത്ത്ഡേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബാർബിക്യൂ നേഷന് കുറേ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. അത് കാരണം ബാർബിക്യൂ നേഷനെ കുറിച്ചിട്ടിപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ല. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. മുൻകൂട്ടി സീറ്റ് റിസർവ് ചെയ്തിട്ട് പോകണം. 4 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കോംപ്ലിമെൻ്ററി ആണ്. പെർ ഹെഡ് വെച്ചിട്ടൊക്കെയാണ് റേറ്റ് ഇവർ പറയുന്നത്. അതുപോലെ നമ്മൾ നോണും വെജും നമുക്ക് സെപ്പറേറ്റ് പറയാൻ പറ്റും. അപ്പോൾ സാവി ചേട്ടൻ വെജ് ആയ കാരണം സാവി ചേട്ടന് വെജും നമ്മൾക്കും നോണാണ് പറഞ്ഞത്. സ്റ്റാർട്ടറിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു 4-5 തരം സ്റ്റാർട്ടേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൻ കോഴ്സ് ഉണ്ടാവുക. നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്ന കാരണം എല്ലാ ഗസ്റ്റുകളും ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര ഇങ്ങനെ ഹോട്ടൽസിൽ പോയിട്ടുള്ള ആ ഒരു റഷില്ല, അത് അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് സമയമെടുത്ത് നമുക്ക് കഴിച്ച് സമാധാനത്തിൽ പോയാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു ഗസ്റ്റിന് നമുക്ക് ഒരു 2 hours നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിഷ് ഫിംഗർ, പാനിപ്പൂരി, അതേപോലെ സ്വീറ്റ് കോൺ, ഫ്രൈഡ് സ്വീറ്റ് കോൺ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ നല്ലതാണ്. ഫ്രൈഡ് സ്വീറ്റ് കോൺ, പിന്നെ ചിക്കൻ ടിക്ക, പനീർ ടിക്ക, അങ്ങനെ കുറേ ചിക്കൻ്റെ കുറച്ച് അധികം വിഭവങ്ങളുണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സായിട്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ടേബിളിൽ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാണ്. അവിടെ എല്ലാ ഗസ്റ്റുകളും ചേർന്നിട്ടാണ് അവർ വിഷ് ചെയ്യുന്നത്. നമ്മുടെ ലൂക്കയ്ക്കും അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ മെയിൻ കോഴ്സുകൾ എടുക്കുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാ തരത്തിലുള്ള വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മെയിൻ കോഴ്സ് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് പേസ്ട്രീസ്, അതേപോലെ തന്നെ ഗുലാബ് ജാമ്, പിന്നെ ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ സൂപ്പ് കുടിക്കുന്നത്. പിന്നെ കേസരി ഉണ്ടായിരുന്നു ഡെസേർട്ടിൽ. അങ്ങനെ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് 2 പേരും കളിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. നമ്മൾ ലാസ്റ്റ് ലൂക്കിക്ക് ഒരു കേക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്മാർ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് അവിടെ ബർത്ത്ഡേയുടെ ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക്കൊക്കെ പാടി അവരുടെ സ്റ്റാഫ്മാരും ഗസ്റ്റുകളെല്ലാവരും ഉണ്ടായിരുന്നു വിഷ് ചെയ്യാനായിട്ട്. ലൂക്കിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവർ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇങ്ങനെ വിഷ് ചെയ്യാനൊക്കെ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി കേക്ക് വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പപ്പയുള്ള കാരണം പപ്പ ഇങ്ങനെ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കുക, പുറത്ത് ഹോട്ടൽ ഭക്ഷണം കഴിക്കുക തീരെ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ കേക്ക് വീട്ടിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഭയങ്കര ചെറുതാണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് നല്ല ഭംഗിയായിരുന്നു നമ്മുടെ ലൂക്കയുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.